ഹായ് ഡിയർ, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൃഷ് കൺമണിയെ കൊണ്ട് ചുറ്റാനൊക്കെ ഇറങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വീട്ടിലേക്ക്, അതായത് മഹിയുടെ അടുത്തേക്ക് വരികയാണ്. നല്ല തുള്ളി കളിച്ചിട്ട് തന്നെയാണ് കേട്ടോ കൃഷ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ തന്നെ മഹി ചോദിക്കുന്നുണ്ട്, എന്താടാ ഇങ്ങനെ ചാടിത്തുള്ളിയൊക്കെ വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ നല്ല സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം, പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന്, എന്തൊക്കെയാണ് കാരണമെന്ന് പറയുമെന്ന് ചോദിക്കുക കേട്ടോ. എടാ ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ്. ഈ ദിവസം ഞാൻ ഒരിക്കലും തന്നെ മറക്കില്ല. ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ചുറ്റാനും ഒക്കെ പോയി. മാത്രമല്ല അവളെ ഞാൻ താലി കെട്ടിയെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. എന്താണ് നീ താലി കെട്ടിയെന്നോ? നീ എന്നോട് കള്ളം പറയാൻ നിൽക്കണേ. നിന്നെക്കുറിച്ച് തന്നെയാണോ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതേടാ, നീ എന്നെ വിശ്വസിക്കുക. ഞാൻ കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടി അവളെ സ്വന്തമാക്കാനായിട്ട് പോവാ. ഇനി താലി കെട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും ഇനി അവളെ സ്വന്തമാക്കാനായിട്ട് പോവാണെന്ന രീതിയിലൊക്കെ കൃഷ് മഹിയോട് പറയുന്നുണ്ട്. നിനക്കെന്താ വട്ടായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് സത്യമായിട്ടുള്ള കാര്യമൊന്നും അല്ല എന്ന് എനിക്കറിയാം. നീ ഈ പൊട്ടത്തരം പറയില്ലേ കൃഷി എന്ന് പറയും. സത്യമായിട്ടുള്ള കാര്യമാണ്. നീ വിശ്വസിച്ചാലില്ലെങ്കിലും വേണ്ട, ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണെന്ന രീതിയിലൊക്കെ കൃഷി സംസാരിക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൺമണി വീട്ടിലേക്ക് വരുന്നുണ്ട്. കൺമണി വീട്ടിലേക്ക് വരുന്ന സമയത്ത് രാത്രിയാണ് വരുന്നത്. ആ സമയത്ത് ധനലക്ഷ്മി ചോദ്യം ചെയ്യുന്നുണ്ട്, നീ എവിടേക്കാണ് ഇത്രയും നേരം പോയി കിടക്കുന്നത്? നിനക്ക് ചോദിക്കാനും പറയാനും ആരില്ല എന്ന് വിചാരിച്ചോ? നീ വിചാരിക്കുന്ന പോലെയൊന്നും ആളൊന്നല്ലല്ലോ. നിൻ്റെ കല്യാണം 2 ദിവസത്തിനുള്ളിൽ നടക്കാനായിട്ട് പോകുന്നു. വരുണ് നിന്നോട് പറഞ്ഞിട്ടില്ലേ ആ അലികയിലേക്ക് പോകണ്ടെന്ന്? നീ ഇനി അനുസരണക്കേട് കാണിക്കുമെന്ന് ചോദിച്ചിട്ട് അവളെ തല്ലാനായിട്ട് പോന്നു. ഇനി മേലെ എൻ്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ശരിയാക്കും എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ കൺമണിയുടെ ഈ വലിയൊരു മാറ്റം കണ്ടിട്ട് ഞെട്ടി നിൽക്കുക കേട്ടോ ധനലക്ഷ്മി. അതിനുശേഷം തന്നെ വരുണാണെങ്കിൽ ധനലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം ധനലക്ഷ്മി വിളിക്കുന്നുണ്ട്. വിളിച്ചതിന് ശേഷം തന്നെ ചേട്ടത്തി വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെയല്ല കൺമണി ആകെ മാറിപ്പോയി. അവളെ കഴുത്തിൽ ആ കൃഷി താലി കെട്ടിയിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അത് കേൾക്കുന്ന ധനലക്ഷ്മി കണ്ണ് തള്ളി പുറത്തേക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. അനീഷൻ തന്നെ, നീ എന്തൊക്കെയാണ് പറയുന്നത്? സത്യമായിട്ട് ചേട്ടത്തി അവൾ കൃഷിൻ്റെ ഭാര്യയാണ്. പക്ഷെ ഞാൻ അവളെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഒന്നെങ്കിൽ ഞാൻ അവളെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ അവളെ താലി കെട്ടിയിട്ട് ഇഞ്ചിഞ്ചായി കൊല്ലും എന്ന രീതിയിലൊക്കെ സംസാരിക്കാട്ടോ ചെയ്യുന്നത്. ഇനി അവളുടെ കളിയൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു കേട്ടോ. അനീഷൻ തന്നെ നമ്മുടെ ഗോകുലിനെയും അതുപോലെ കൺമണിയാണ് കാണിക്കുന്നത്. കൺമണിയോട് ഗോകുൽ ചോദിക്കുന്നത്, അപ്പം നല്ല ഹാപ്പിയിലാണല്ലോ ഇന്ന് എന്താണ് വിശേഷം ചോദിക്കുമ്പോഴത്തേനും, എടാ ഇന്ന് വരുൺ സാറിൻ്റെ കൂടെ കുറേ നേരം കറങ്ങാനായിട്ട് പോയി. മാത്രമല്ല വരുൺ ചേട്ടൻ്റെ കാര്യം എന്തായെന്ന് പറയപ്പേന്ന് ചോദിച്ചു. ഞങ്ങൾ കണ്ടു. കൃഷ് അത് തുറന്ന് പറഞ്ഞു, എൻ്റെ പെണ്ണാണിത്, ഞാൻ താലി കെട്ടി എൻ്റെ ഭാര്യയാണിത് എന്ന രീതിയിലൊക്കെ വരുണോട് വെട്ടി തുറന്ന് പറഞ്ഞു എന്നൊക്കെ ഗോകുലിനോട് പറയുമ്പോൾ ഗോകുലിന് നല്ല സന്തോഷം വരുന്നുണ്ട് കേട്ടോ. പക്ഷേ കൺമണി എല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവിയിലുള്ള ജീവിതത്തെക്കുറിച്ച് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ലൊരു ബ്രഹ്മവിശേഷം കഴിയുന്നത്. നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് വീണ്ടും കാണാം.